Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. ഓക്കെ, വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഒന്ന് ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, മേക്കമം ഓൺ ചെയ്തിട്ടുണ്ട്. റസാഖ് സർ, മണി സർ, മുസ്തഫ് സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സേഫ് സാറുടെ സെക്ഷനാണ്. സോ സാറ് ജോയിൻ ആയിട്ടില്ല, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, എല്ലാവരും 2026 ഗോൾ സെറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഹലോ, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താം കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ സേഫ്താരുടെ സെഷൻ അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സാർ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സർ, ഹലോ. ഓക്കെ ഓക്കെ സാർ, ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാർ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാമറ പരമാവധി ആൾക്കാരൊക്കെ ഓണാക്കിക്കോളി. 2026 എന്ത് വേണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ചായ അടിക്കാൻ അല്ലേ? രാവിലത്തെ ചായ കുടിക്കണമെങ്കിൽ അത് തീരുമാനിച്ചിട്ട് വേണം. ശീലമ്മ എവിടേക്ക് പോയി? ക്യാമറ ഓണാക്കിക്കണു. പക്ഷെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാക്കിയിട്ട് കാണാനില്ലാതായോ. എങ്ങനെയുണ്ട് ബിജു? ബിജു ഉഷാറായില്ല? ചെറിയ കോൾഡാണ്, ഭയങ്കര തണുപ്പാ ഇവിടെ. ഉണ്ടായിരുന്നു. തണുപ്പോ? തണുപ്പ് എല്ലായിടത്തുണ്ട്, അവിടെ മാത്രല്ല. ഇവിടെ ഇച്ചിരി കൂടുതലാണ്. കടലുമായിട്ട് കുറച്ച് അടുത്താണ് നമുക്ക്. എവിടെ സ്ഥലം? വിഴിഞ്ഞം. വിഴിഞ്ഞം.
വിധുമാലമ ദിവ്യ ഇവിടെ ആ, ഇവിടെ ഉണ്ട് ലീഡർമാർ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ മാറിയിരുന്നാൽ ലീഡറാണ് അറിയുന്നിട്ട് ആൾമാരുടെ ഉള്ളിൽ പോയിരിക്കുകയാണ്. പുറത്തിറങ്ങണ്ട്. ഓക്കെ, റോസാലിക്ക് ഇവിടെ നല്ല മോളാക്കിയിട്ടുണ്ട്. തണുപ്പാണ്. തണുപ്പ് എല്ലായിടത്തും ഉണ്ട്. ഉം. തണുക്കണ്ടേ? തണുക്കാൻ വേണ്ടി ഊട്ടിക്കും മൂന്നാർക്കൊക്കെ പോകണം അവിടെ. നിങ്ങൾ മൂന്നാർ പോകണ്ടേ 22-ാം തീയതി? അതെ അതെ, ഇവിടെ തന്നെ അനുഭവിക്കല്ലേ. മറ്റൊരു കമ്മ്യൂണിറ്റിന്റെ കൂടെ മൂന്നാറിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. 2026 ആദ്യത്തെ ഗോളാണ്. 21, 22 2 ദിവസമാണ് താമസം അടക്കം. പിന്നൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കും. അപ്പോൾ വരിക, അതിന് മുമ്പ് പറയില്ല. രഹസ്യ ഗോളാണ്. ഓക്കെ. ഗോള് റെഡി ആകുമ്പോൾ നിങ്ങൾ അറിയിക്കും. എല്ലാവരും വരിക. രണ്ടാമത് കല്യാണം കഴിക്കാനൊന്നല്ല, പേടിച്ചണ്ട. അല്ല, ഗോള് എന്ത് സെറ്റ് ചെയ്യാലോ? ശീലമ്മ ചിരിക്കുകയാണ്. ഇനി അതേറ്റാണോന്നുള്ളത്. ഇത് എല്ലാ ദിവസവും സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? ആ ആ, ഇരിക്കുമ്പോ ഇങ്ങനെ കാണാം. എല്ലാ ദിവസവും ഉണ്ടോ ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇന്നലെ കയറിയില്ലായിരുന്നു സാർ. ഇന്നലെ എനിക്ക് സുഖമായിരുന്നു. ചെറിയ അലർജിയുടെ പ്രശ്നം കൂടുതലായത് കാരണം ഇന്നലെ കയറിയില്ല. അല്ലാതെ എല്ലാ ക്ലാസ്സിലും കയറണുണ്ട്. അത് എന്തുകൊണ്ട് അലർജി വന്നു എന്ന് മണിസാർ പറയും. കാരണം എന്താ അറിയോ? ഈ മെഡിറ്റേഷന് സ്ഥിരമായി ചെയ്യാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ്. സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ടൊന്ന് മുടക്കാൻ വരും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? ആ അസുഖത്തിനെ മുഴുവൻ മറികടന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. അതാണ് ഒരു ടാസ്ക് ആണ്. നമ്മൾ സിമ്പിൾ. നിങ്ങളിപ്പോ കാട്ടിലൂടെ പോകുകയാണ്, നിങ്ങൾ പറമ്പിലൂടെ പോകുകയാണെന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരാ. അതിന്റെ കൂടെ അനുസരിക്കുകയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. എന്തായാലും റിസൾട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഇട്ടെടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഗോപിക, ആ സർ, ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ സർ, താങ്ക് യു. മാജിക് മോർണിംഗ് വൺ ആൻഡ് ഓൾ. വെരി സോറി, ഞാൻ മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. ഓക്കെ, ഹെൽത്ത് ഞാൻ ഫുള്ളി ഓക്കെ അല്ല, ബട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇന്ന് നല്ല രീതിയിൽ ഒരു ഫീവർ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ല. ഗോപി വിളിക്കുന്ന സമയത്താണ് അറിഞ്ഞത്. എന്നത്തെ അലാക്ക് വെച്ചിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി ഓക്കെ അല്ലാത്തതുകൊണ്ട് കിടന്നായിരുന്നു. എനിവേ, വെരി വാം ഗുഡ് മോർണിംഗ്. നമുക്ക് 2025 എന്ന് പറയുന്നൊരു വർഷം നമ്മൾ ഇന്ന് പോവുകയാണ്. അപ്പം 2 കാര്യമാണ് ഗോൾ സെറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും 2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രധാനപ്പെട്ട്. അപ്പം എല്ലാവരും ഫുള്ളി കാം ആൻഡ് ക്വയറ്റായിട്ട് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. ഒന്ന്, ഗോൾ സെറ്റിങ്സിൽ ബി മാജിക്കിൻ്റെ ഗോൾ സെറ്റിങ്സ് 2026 ബി മാജിക്കിൻ്റെ ഗോൾ സെറ്റിങ്സ് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഗോള് സെറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഈ 2 കാര്യങ്ങളാണ്
ഇന്ന് സംസാരിക്കാനുള്ളത്. ഓക്കെ, രണ്ടേ രണ്ട് കാര്യങ്ങളെ നമ്മളെ ലൈഫിൽ നമ്മൾ ഏത് ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ നിന്നാണെങ്കിലും തടഞ്ഞു നിർത്തുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്ത് നേടാൻ പറ്റും. പക്ഷെ ആ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ആ രണ്ട് കാര്യം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെല്ലാ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും നമ്മൾ തടഞ്ഞു നിർത്തുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. എന്തായിരിക്കും അത്? പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ. കൺസിസ്റ്റൻസി ഇല്ലായ്മ, അല്ല, ഇത് രണ്ടും അല്ല. വേറെ ലേസിനെസ്. ഫോക്കസ് ഇല്ലായ്മ, അല്ല, ഇതൊക്കെ മൈൻഡ് പാർട്ടാണ്. എന്താണ്? മൈൻഡ് സെറ്റ് ക്ലിയർ അല്ലാത്തത്. അങ്ങനെയൊക്കെ പറയാം. അതല്ല, രണ്ട് പോയിന്റാണ്. മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പോയിന്റാണ്. ആറ്റിറ്റ്യൂഡ്. കോൺഫിഡൻസ്. അല്ല, ഫിയർ ഓഫ് ഫെയിലിയർ. എന്താണ്? ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ് മനസ്സിലായി. രണ്ട് ആറ്റിറ്റ്യൂഡാണ്. ക്ലാരിറ്റി കുറവ്. അല്ല, വേറെ. ഓക്കെ, രണ്ടാമത്തെ. അതെ, വെരി ഗുഡ്. സെൽഫ് ഡൗട്ടും ഫിയർ ഓഫ് ഫെയിലിയറും, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഫിയർ. ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് എപ്പോഴും. സെൽഫ് ഡൗട്ടും ഫിയറും, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശരിക്ക് നമ്മൾ ഏത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതെന്ന് നമ്മളെ മാറ്റി നിർത്തും. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നോക്കുന്ന സമയത്ത് ഒരു പാർട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞത് നമുക്ക് പേടിയായിരിക്കും. എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടും ആയിരിക്കും, അല്ലേ? ഞാൻ ചെയ്താൽ ശരിയാവും എന്നുള്ള സെൽഫ് ഡൗട്ടും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ എങ്ങനെ പറ്റുക എന്നുള്ള അതിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് കാര്യങ്ങളും, ലോകത്തിൻ്റെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏത് ആഗ്രഹങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രോക്രാസ്റ്റിനേഷനും അതേപോലെ കൺസിസ്റ്റൻസിയും ഇതൊക്കെ വരാനുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഈ സെൽഫ് ഡൗട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളായിരിക്കും. ശരിയല്ലേ? യെസ് ഓർണോ? നിങ്ങൾ നിങ്ങളുടെ ഏത് ഗോൾ എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളിതിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം, ഓക്കെ, നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം, ഇതിനൊക്കെ എന്തുകൊണ്ടാണ്, ഏത് പേടിയാണ് അല്ലെങ്കിൽ ഏത് സെൽഫ് ഡൗട്ടാണ് നിങ്ങളത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്? നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഏതൊരു കാര്യം മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിലും ഏത് സെൽഫ് ഡൗട്ടാണ് അല്ലെങ്കിൽ ഏത് പേടിയാണ് നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നത് എഴുതി വെക്കുക. എന്ത് ഡൗട്ടാണ് എനിക്കുള്ളത്, എന്ത് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, ഈ ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവുക. ഓക്കെ, അതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് നടത്തുമ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് രണ്ട് കാര്യം കൊണ്ടാണ് നമുക്കിത് ഉണ്ടാവുക. ഈ സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ പേടിയോ, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടില്ലെങ്കിലോ, മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുക, ഇതൊക്കെ ഈ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പിന്നെയാണ് വരിക. ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയ ഓരോ ആളുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇതിനും ഓവർകം ചെയ്ത ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ ഒന്ന് സക്സസ് ആയി കാണുന്ന ഓരോ മനുഷ്യന്മാരെ എടുത്തിട്ട് അതിൻ്റെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്താണ് അവരുടെ പ്രത്യേകത മറ്റുള്ളതെന്ന് വ്യത്യസ്തമാക്കുന്ന വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ഓവർകം ചെയ്താൽ മതി. ഇത് എവിടുന്നാണ് നമുക്ക് വരുന്നത്? എവിടുന്ന നമുക്ക് ഈ സെൽഫ് ഡൗട്ടും ഫിയർ ഓഫ് ഫെയിലിയറൊക്കെ എവിടുന്ന വരിക? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? മൈൻഡ് സാറേ, മൈൻഡ്, നമ്മുടെ തോട്ട്സ് എവിടുന്ന നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഇമോഷൻസ്. അതെ, ഇമോഷൻസ് ഒക്കെ നമുക്ക് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്താറോ? ഏത് സമയത്ത് അതൊക്കെ സ്റ്റാർട്ട് ചെയ്താറോ നമ്മുടെ ലൈഫിൽ? നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ചിന്തയിൽ നിന്നാണ്. എങ്ങനെ നമുക്ക് ചിന്തകളൊക്കെ ഉണ്ടായിട്ടുള്ളത്? എവിടുന്നാണ് ചിന്തകളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങിയത്? ചെറുപ്പം മുതലേ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളും. വെരി ഗുഡ്, വെരി ഗുഡ്, അല്ലേ? ചെറുപ്പം മുതൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളും. ഏതുപോലെ? നമുക്കൊരു 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ നമ്മളെ പാരൻസിലൂടെയും 7 വയസ്സ് മുതൽ 14 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് വരെയൊക്കെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന കുറെ പാരഡൈം ഉണ്ട്, അല്ലേ? കുറെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മാസത്തിൽ ഒരു 30,000 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? 30,000 രൂപയ്ക്ക് ഒരു മാസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണോ? യെസ് ഉണ്ടാക്കാം. ഉണ്ടാക്കാം അല്ലേ? ഞാൻ വേറെ കാര്യം പറയാം. ഒരാളോട് ഇപ്പൊ ഒരാൾ ജോലിക്ക് വരികയാണ്. ഒരാൾ ജോലിക്ക് വരുന്ന ആൾ നമ്മൾ പറയാണ്, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മാസത്തിൽ ഞാൻ 30,000 രൂപ സാലറി തരാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ പാർട്ട് ഞാൻ തരാം. നിങ്ങൾക്ക് ഡെയിലി ഒരു 2,500 രൂപ, മാസം ഒരു 75,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ കിട്ടുള്ളൂ. ചിലപ്പോൾ അത് 75,000 ആവാം, ചിലപ്പോൾ 2 ലക്ഷം ആവാം, ഓക്കെ. ചിലപ്പോൾ അത് 10,000 രൂപ ആവാം. നമുക്കൊരു ഉറപ്പിച്ചിട്ട് 30,000 തന്നെ പറയാൻ സാധിക്കില്ല. പക്ഷെ അതിലേറെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് കിട്ടുക. അപ്പം നിങ്ങൾക്ക് സമയത്ത് 30,000 കൂടുതൽ ചിലപ്പോൾ 50,000 ഉണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഏറ്റെടുക്കുക ആളുകൾ? 30,000 ആണോ എടുക്കുക? അല്ല, അതിലേറെ ഓപ്ഷനുള്ള മറ്റേതാണോ ഏറ്റെടുക്കുക? ഏതെടുക്കുക? അതിലേറെ ഉള്ളത് റസാഖ് സാർ ഏറ്റെടുക്കും. കോമൺ ആളുകൾ ഏതാ ഏറ്റെടുക്കുക? സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ജൂബി മാം ഏറ്റെടുക്കും. നിങ്ങൾക്കൊരു ജോലിയായിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ ഏതാ ഏറ്റെടുക്കുക ശരിക്കും നോക്കുക. ഞാനല്ല തരുന്നത്, വേറെ ഏതോ അറിയാത്ത ഒരാളാണ് തരുന്നത്. അയാളെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തരികയാണ്. ഏതെടുക്കുക? ഫസ്റ്റ് വണ്ണം പ്രിഫർ ചെയ്യും. ഫസ്റ്റ് വണ്ണാണ് മോസ്റ്റ് കോമൺ ആളുകൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് മോസ്റ്റ് കോമൺ ആണ്. അപ്പൊ ആ ബേസിക് സാലറി 15,000 ആണെങ്കിൽ അത് മതി എന്ന് പറയും. ഓക്കെ, ഇൻസെന്റീവ് മാത്രം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇൻസെന്റീവ് മാത്രം എന്ന രീതിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയും. ഓക്കെ, ഇനി ഡെയിലി 30,000 ഉണ്ടാക്കുന്നിടത്ത് നിന്ന് നമുക്ക് പറയണം മാസം 30,000 ഉണ്ടാക്കുന്നതിന് പകരം ഒരു 3 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ മാസം 3 ലക്ഷം രൂപ എനിക്ക് വേണം എന്നുള്ളത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാതെ കരുതുക. മാസം 3 ലക്ഷം രൂപ വേണം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മൈൻഡ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കുക. ക്യാൻസർ എന്നോട് പറയണ്ട എനിക്ക് മാസം ഒരു 3 ലക്ഷം രൂപ ഉണ്ടാക്കണം. 3 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണോ? ഇമ്പോസിബിൾ ആണോ? എനിക്ക് സാധിക്കൂല എനിക്ക് സാധിക്കൂല എന്നുള്ളത് നമ്മളെ മൈൻഡ് പറയും. അപ്പൊ എവിടുന്ന് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങണം വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം? നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് പറയണം, ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നിങ്ങൾക്ക് എത്ര പൈസ വേണം? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പോകണല്ലോ നമുക്ക്, അല്ലേ? എൻ്റെ ലൈഫ് എനിക്ക് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? എനിക്ക് ചാറ്റ് ബോക്സിൽ കാണാഞ്ഞിട്ടാണോ? നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണോ? അല്ല, ഒരു മാസമാണോ സാർ പറഞ്ഞത്? നമുക്ക് അല്ല എത്ര രൂപ ചിലവാണെന്നാണോ? അല്ല, നിങ്ങളുടെ ലൈഫ് സെറ്റിലായി എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇത്ര പൈസ വേണം, എൻ്റെ ബാക്കിയുള്ള എനിക്ക് വീടിന് ഇത്ര വേണം, എനിക്ക് കാറ് മേടിക്കാൻ ഇത്ര വേണം, എനിക്കിങ്ങനെ ചാരിറ്റി ചെയ്യാൻ ഇത്ര വേണം, എനിക്കിങ്ങനെ യാത്രകൾ പോകാൻ ഇത്ര വേണം, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപ വേണം? ഈ ടൈപ്പ് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. മണിസാറ് ടൈപ്പ് ചെയ്ത് തെറ്റാണ്, ഷീലാമാം തെറ്റ് ചെയ്ത് തെറ്റാണ്. മണിസാറിന്റെ കേസിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ലൈഫ് സെറ്റിലായി എന്ന് പറയാൻ കേട്ടോ. നാളെ എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ, ഇത് 2 ലക്ഷം പെർ മന്ത് ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, മന്തിലെ കണക്കല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പം മിസ് ഹാബിസ തിരൂര് പറഞ്ഞിട്ടുണ്ട് 1 CR. അത് എന്തിനാണ് ഈ 1 CR നിങ്ങൾക്ക് അറിയണം. അവിടെയാണ് ക്ലാരിറ്റി വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം 2 വർഷം കൊണ്ട്, ഫോർ എക്സാമ്പിൾ വേണ്ടിയിട്ട് പറയാണ്, 2 വർഷം കൊണ്ട് ഒരു 1 CR റുപ്പീസ് എനിക്ക് വേണമെന്ന് ഒരാൾ ഗോൾ സെറ്റ് ചെയ്യാണ്. മിസ് ഹാബ് സെറ്റ് ചെയ്യണം 2 വർഷം കൊണ്ട് 1 CR വേണം. പക്ഷെ അയാൾക്ക് അത് കിട്ടൂല. കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താ പറയുന്നത്, 1 CR എന്ന് പറയുന്ന എമൗണ്ട് എന്തിനൊക്കെയാണ് വേണ്ടതെന്നുള്ള ആദ്യം അറിയണം. അത് എത്ര സമയത്തിനുള്ളിലാണ് വേണ്ടതെന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ ആൾ പറയാണ്, എനിക്ക് 2 വർഷം കൊണ്ട് വീട് എടുക്കണം. വീട് എടുക്കാനും വേണ്ടി ഒരു 40 ലാക്ക് അല്ലെങ്കിൽ 50 ലാക്ക് റുപ്പീസ് വേണം. ഓക്കെ,
ഒരു വണ്ടി മേടിക്കണം. വണ്ടി മേടിക്കുന്ന ഞാൻ EMI ഫസ്റ്റത്തെ 4 ലക്ഷം രൂപയാണ്, ഒരു 54 ലാക്ക്. ഓക്കെ. പിന്നെ അയാൾക്ക് ഇങ്ങനെ എൻ്റെ ഇത് കൊണ്ടുപോകാൻ ഇങ്ങനെ ഇയാൾക്കൊരു ഐഡിയ ഉണ്ടാകുമ്പോഴാണ് അയാളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗോൾ സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ആ ക്ലാരിറ്റി ഉണ്ടായിട്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ ഗോൾ സെറ്റിംഗ്സിന്റെ ഇതിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അഫോർമേഷൻ കൊടുക്കുന്നതൊക്കെ. നമ്മളെ മൈൻഡിന് എന്ത് ചെയ്യാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മളുടെ അപ്പൊ അയാളുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻസിൽ അയാൾക്ക് നാളെ ഈ പൈസ വരും എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ വരും. പല ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓക്കെ. പല ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ ബിമാജിക്കിലുള്ള ആളുകളായിക്കോട്ടെ, നമ്മളുള്ള ആളുകളുടെ പല ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകളിൽ ഇപ്പൊ നമുക്ക് നോക്കാം, നല്ല കഴിവുകളുള്ള പല ആളുകളും ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് ഇതിലാണെങ്കിലും നമുക്ക് പൈസ വരണമെങ്കിൽ, ലോകത്ത് നിന്ന് നമുക്ക് പൈസ വരണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ എന്തോ ഒരു കാര്യം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പൈസ വരുള്ളൂ. ആർക്കും ഈ ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടുക, എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്തിലില്ല. ഓക്കെ. ലോകം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ള രീതിയിൽ. ഓക്കെ. അത് തിങ്ക് ആൻഡ് റിച്ച് എന്ന പുസ്തകത്തിലാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഈ ക്ലാസ് ഫ്രീ ആണോ? നിങ്ങൾക്ക് ഫ്രീ ആണോ? യെസ് ഓർ നോ? No. ഫ്രീ അല്ല. എന്താണ്, നിങ്ങൾ ഇതിനു വേണ്ടി അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലേ? പിന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം, റീചാർജ് ചെയ്ത നെറ്റ് ഉണ്ടായിരിക്കണം. അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അറ്റ്ലീസ്റ്റ് ഇത് യൂസ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് സത്യസന്ധമല്ലാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ റിയാലിറ്റി ലോകത്തിലില്ല. ഏതോ ഒന്ന് കൊടുക്കുമ്പം അതിന് പകരം കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത്, പൈസ. യെസ് ഓർ നോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? വാട്ട് യു ഹാവ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പൊ ഒരു ബിസിനസ് മോഡലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അതറിയാം, ഒരു പെർട്ടിക്കുലർ ടൈം വരെ എനിക്ക് ഇത് ഇത്ര പൈസയെ കിട്ടുള്ളൂ. ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ എനിക്ക് ഇതൊരു കോമ്പൗണ്ട് എഫക്റ്റിലേക്ക് പോവുക, ഇത് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, അതുവരെ എത്ര പൈസ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ നമുക്കില്ലെങ്കിൽ, ഒരു പ്ലാനിങ്, ഒരു ബഡ്ജറ്റിങ് നമുക്കില്ലെങ്കിൽ എങ്ങനെയാണ് എത്താൻ പറ്റും? ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെ അയാൾക്ക് അത് ആദ്യം ആ ബിസിനസ് മോഡലിനെ അനലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ജോബി മാം ഇപ്പൊ ഒരു ബിസിനസ്സിന് പോവാണ്. ഒരു ബിസിനസ്സിന് പോകുമ്പോൾ ആദ്യം ആ ബിസിനസ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റണം. ഈ ബിസിനസിന്റെ മാക്സിമം വളർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിനൊക്കെ കുറെ റിയാലിറ്റി ഉണ്ട്. ഈ റിയാലിറ്റിന്റെ അപ്പുറത്തേക്ക് നിന്നിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് സക്സസ് ആവില്ല. ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് ഒരു ബിസിനസ് ഉള്ളത് കുട്ടികൾ, എൻ്റെ ബിസിനസ് തന്നെ എടുത്തോളൂ. എൻ്റെ ബിസിനസ് ഞാൻ ഒരാളോട് 30,000 രൂപയാണ് പെർ മന്ത് ചാർജ് ചെയ്യുന്നത് എന്ന് കരുതിക്കോളൂ. എനിക്ക് മാസം എത്ര രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും? 30,000 രൂപ പെർ മന്ത് ഞാൻ ചാർജ് ചെയ്യാൻ എനിക്ക് മാസം എത്ര രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും? എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ലാഭം എത്ര വരെ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ഒപ്പീനിയനിൽ? ഒരു 10 ക്ലയന്റ് ആയി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ, എൻ്റെ എക്സ്പെൻസ് 2 ലക്ഷം രൂപയാണെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഒന്ന് കൂട്ടിയുള്ളൂ, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട്. പക്ഷെ ആ ബിസിനസ്സിന് എത്ര വരെ എനിക്ക് ഈ ബിസിനസ്സിന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ഒപ്പീനിയനിൽ? പത്താളെ കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയായി അല്ലേ? സോറി, 10 ആളെ കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയായി. ഓക്കെ. ശീല മാം പറയുന്നത് 1 crore ഉണ്ടാക്കാം. പിന്നെ എങ്ങനെ 1 crore ഉണ്ടാക്കുക? എങ്ങനെ 1 crore ഉണ്ടാക്കുക? 30 ക്ലയൻസിന് ഉണ്ടാക്കാം. 30 ക്ലയൻസിന് ആരാ മാനേജ് ചെയ്യുക? 30 ക്ലയൻസിനെ മാനേജ് എത്രയായി? 30 ക്ലയൻസ് വന്ന് എത്രയായി? 50 ആണോ? 30 ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയായി അല്ലേ? 30 ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയായി. 30 ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ എത്ര ക്ലയൻസ് വരണം? 100 ക്ലയൻസ് വരണം. 100 ക്ലയൻസിന് ഞാനാണ് മാനേജ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇത് പോസിബിൾ ആണോ? ഈ 100 ക്ലയൻസിലും ഞാൻ വരണം എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണോ? ഉണ്ടാക്കാം. 30 ലക്ഷം രൂപ ഉണ്ടാക്കാം. പക്ഷെ 100 ക്ലയൻസിന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 100 ക്ലയൻസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 3 ക്ലയൻസിന് അല്ലെ, ഒരു ദിവസം ഒരു
3 ക്ലയൻസിനെങ്കിലും മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ 4 ക്ലയൻസിനെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് 4 ക്ലയൻസിനെ കറക്റ്റായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഒരു 100 ക്ലയൻസിലേക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. അത് ഇമ്പോസിബിൾ ആണ്, റൈറ്റ് നോ ഇമ്പോസിബിൾ ആണ്. കാരണം ഇപ്പൊ റസാഖ് സാർ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ റസാഖ് സാർക്ക് അവിടെ നോക്കാൻ പറ്റുന്ന ക്ലയന്റിന് ലിമിറ്റ് ഉണ്ടാവും അല്ലെ. മാക്സിമം വന്നു കഴിഞ്ഞാൽ റസാഖ് സാറിന് നോക്കുകയാണെങ്കിൽ റസാഖ് സാർക്ക് അവിടെ ഒരു ദിവസത്തിൽ മാക്സിമം നോക്കാൻ പറ്റുന്ന ക്ലയൻസിന് ലിമിറ്റ് ഉണ്ടാവും. 1000 പിന്നെ ആളുകൾ 1000 ക്ലയൻസിന് നോക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ അവിടെ 100 ക്ലയൻസ് നിങ്ങൾ പറഞ്ഞതുപോലെ നോക്കുമ്പോൾ എനിക്കൊരു ടീം വരണം, ആ ടീമിന് എനിക്ക് പകരമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അത് ഹോസ്പിറ്റലാക്കുന്നത് പോലെ പല ഡോക്ടേഴ്സ് ഉള്ളതുപോലെ ഓരോ ഏരിയയിലെ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്നെത്തുന്ന സമയത്താണ് 100 ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പൊ അതിന് ബേസിക് ഒരു ഐഡിയ, നിങ്ങളുടെ ഒരു ഗോൾ സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ ബേസിക് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്ന സംഭവങ്ങൾ 2026 നിങ്ങൾ പുതിയ ഗോൾ സെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിൽ പുതിയ ഗോൾ സെറ്റ് ചെയ്യരുത്? എങ്ങനെയാണെങ്കിൽ പുതിയ ഗോൾ സെറ്റ് ചെയ്യരുത്? ഐഡിയ ഇല്ല നമ്മള് ക്ലാരിറ്റി, പഴയ ചിന്തയാണ്, ഐഡിയ ഇല്ലെങ്കിൽ ഐഡിയ ഇല്ല, പഴയ ചിന്താഗതി തന്നെയാണെങ്കിൽ പുതിയ പഴയ കോൺസെപ്റ്റ്. പഴയ ചിന്താഗതി തന്നെയാണെങ്കിൽ പുതിയ ഗോൾ സെറ്റ് ചെയ്യരുത്. അതൊന്നും വേണ്ട. 2025 വരെ നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളുകൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പുതിയൊരു ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആണോ? കാരണം എന്താ, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കള്ളം ചെയ്ത് പഠിപ്പിച്ച് നമ്മൾ അതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. ക്ലിയർ ആണോ? ഗോൾ സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മളൊരു മോശമില്ലാതെ വീണ്ടും ഉണ്ടാക്കുക. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വെറുതെ കുറെ ക്ലാസ് വെക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക, 2027 ആവും ഗോൾ സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നമ്മളിത് ഒരു വാല്യൂ ഇല്ലാതെ നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു ഫേക്ക് ഇതിൽ ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറും. ഓക്കെ. സോ ഫസ്റ്റ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് സ്മാർട്ട് ഗോൾ ആണോ സെറ്റ് ചെയ്യുക. ഓക്കെ, സ്മാർട്ട് ഗോൾ ആണ് ചെക്ക് ചെയ്യുക. എന്താണ് സ്മാർട്ട് ഗോൾ എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് നോക്കാം, വൈൻഡപ്പ് ചെയ്യാം. സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ലൈഫിൽ ഒരു സ്വപ്നം, നമുക്കൊരു ആഗ്രഹമുള്ളത്, ലൈഫിലൊക്കെ നമുക്ക് ആഗ്രഹമുള്ളത്, ഈ ആഗ്രഹം ഗോളായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഒരു ആഗ്രഹം ഒരു ഗോളായിട്ട് മാറുന്ന എപ്പോഴാണെന്ന് അറിയോ? എപ്പോഴാ? ഒരു ആഗ്രഹവും ഗോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമുക്ക് എല്ലാവർക്കും ഉള്ളത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹം ഗോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പിന്നെ ഗോളിന് കൃത്യമായിട്ട് ക്ലാരിറ്റി, എന്തൊക്കെ ചെയ്യണം, യെസ്, വെരി ഗുഡ്. പ്ലാനിങ്. പ്ലാനിങ്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാം. പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. നിങ്ങളുടെ മിസ്ഹാബിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലെ? മിസ്ഹാബിന്റെ കല്യാണം ഇപ്പൊ ആഗ്രഹത്തിലാണ് നടക്കുന്നത്. ഇപ്പൊ ആഗ്രഹമാണ്, കല്യാണം കഴിക്കുന്നത് ആഗ്രഹമാണ്. ഓക്കെ, ഇതെപ്പോഴും ഒരു ഗോളാവുക? എഫേർട്ട് വരണം വേറെ, അല്ലെങ്കിൽ വേണ്ട. രഞ്ജിസാറെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? അതെ. എന്നാ ഡേറ്റ് പറയോ? വെഡിങ് ഡേറ്റോ? ആ, 2019 2019 ഏത് ദിവസം? April 21st. ആ ആഗ്രഹം എപ്പോഴാണ് ഒരു ഗോളായത്? ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നപ്പോ. ദാറ്റ്സ് മീൻസ് ഒരു ഗോളിന് എപ്പോഴാണോ നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം ഫസ്റ്റ് ഗോളായിട്ട് കൺവേർട്ട് ആകുന്നത്. ലോകത്തിൽ ഒരു സംഭവം നിങ്ങൾക്ക് ടൈം ഫിക്സ് ചെയ്യാതെ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഗോൾ സെറ്റിംഗ്സിന്റെ ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഗോൾ എന്നാണ് പറയാം. ഓക്കെ, സ്മാർട്ട് ഗോൾ എസ് സ്റ്റാൻഡ് ഫോർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ക്ലാസ്സിലായിട്ട്. സ്പെസിഫിക് ആയിരിക്കുക, എം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കുക, എ എന്ന് പറയുന്നത് അറ്റൈനബിൾ ആയിരിക്കുക, ആർ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കുക, ടി എന്ന് പറയുന്നത് ടൈം ബോണ്ട് ആവുകയാണ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് ഒരാളോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അത് അത്ര സ്പെസിഫിക് ആയിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ വെക്കേണ്ടത് അതിനൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾ 1 ഇയറിലേക്ക് ഗോൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, 90 ദിവസത്തേക്ക് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. 1 ഇയറിലേക്കും 2 ഇയറിലേക്കും 4 ഇയറിലേക്കും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. നിങ്ങൾ അങ്ങനത്തെ ഒരു ഗോൾ സെറ്റിങ്സ് ഒക്കെ വെച്ചോളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുതൽ നിങ്ങൾ മാർച്ചിലേക്കുള്ള ഗോൾ മാത്രം സെറ്റ് ചെയ്യൂ. ആ മാർച്ചിലുള്ള ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലല്ലേ പിന്നെ ഏപ്രിലിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ മാർച്ചിലുള്ള ഗോൾ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ഏപ്രിലിൽ എന്തിനാണ് ട്രൈ ചെയ്യേണ്ടത്? ആദ്യം മാർച്ചിലെ ഗോൾ അച്ചീവ് ചെയ്യാനല്ലേ. മാർച്ചിലെ ഗോൾ അച്ചീവ് ചെയ്യാതെ വേറെ നമുക്ക് അടുത്ത ഡിസംബറിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ?
അല്ലെങ്കിൽ മാർച്ചിൽ നമുക്കൊരു ബോധ്യം വേണ്ടേ ഡിസംബറിലേക്ക് ഞാൻ എത്തേണ്ട സ്ഥലത്ത്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഞാനൊരു 2026 ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യാണ്. ഒരു വർഷം കൊണ്ട്, ഈ 365 ദിവസം കൊണ്ട് എനിക്ക് ഇവിടുന്ന് നടന്നിട്ട് എന്ത് ചെയ്യണം, ദുബൈയിൽ എത്തണം എന്നുള്ളതാണ് ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നത് സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ ഇന്ത്യ കടക്കണം എന്നുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ കവർ ചെയ്യണമെന്ന്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കേരളം തന്നെ വിട്ടുപോയിട്ടില്ല. ഓക്കെ, പിന്നെ എന്റെ ഗോൾ സെറ്റിങ്സ് കൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ അവരോട് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും റിയാലിറ്റിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്തൊരു സംഭവം നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്ത ഒരു സംഭവം നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ക്ലാസ്സുകൾ കേട്ട് ഈ അഫർമേഷൻ കൊടുത്ത് ഇതൊരു കംഫർട്ട് സോൺ ആക്കിയിട്ട് നമ്മൾ മാറ്റാതിരിക്കുക. ഓക്കെ, ക്ലാസ്സുകൾ കേട്ട് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, അതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. എല്ലാം ശരിയാവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതിന് കറക്റ്റ് ആയിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു റിസോഴ്സ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഗോൾ ഒരാൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്മാർട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞത് ചുമ്മാ നമ്മളൊരു ആഗ്രഹം പറയുന്നതിന് പകരം ഒരാൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു 1, 2, 3 ഗോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തു. അപ്പൊ ഞാൻ സ്മാർട്ട് ഗോൾ ആക്കി കൺവേർട്ട് ചെയ്ത് തരാം. ആർക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു ഗോൾ ആണെങ്കിൽ എങ്ങനെയാണ് സ്മാർട്ട് ഗോൾ ആക്കേണ്ടതുണ്ട്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും. നിങ്ങളുടെ ബിസിനസ്സിലെ ഗോൾ ആവാം, പേഴ്സണൽ ഗോൾ ആവാം, ഹെൽത്ത് ഗോൾ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, എങ്കിൽ ഞാനൊരാൾ ഒരു ഹെൽത്ത് ഗോൾ ചുമ്മാ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ഹെൽത്ത് ടേൺ ഗോൾ ഓവർ എങ്ങനെ? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആക്കാം. ടേൺ ഓവർ, ബിസിനസിന്റെ ഒരു ടേൺ ഓവർ. ഓക്കെ, അപ്പൊ നമുക്കത് ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ബിസിനസ് എന്താ? എന്റേത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്. കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഇതിൽ സാധാരണ ബിസിനസ്സിൽ എല്ലാ ആളുകളും ഗോൾ സെറ്റ് ചെയ്യാൻ എന്റെ ബിസിനസ് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്റെ ബിസിനസിന്റെ ലാഭം കൂട്ടണം എന്നുള്ളതാണ് ഒരാൾ എന്ത് ചെയ്യാം ചെയ്യാം. എന്റെ ലാഭം കൂട്ടണം എന്നുള്ളതാണ് ഇവിടെ സോറി ഹലോ ബിസിനസ്സിന് ലാഭം കൂട്ടുക എന്നുള്ളതായിരിക്കും ആളുകൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അതൊരു സ്മാർട്ട് ഗോൾ ആണോ? സ്മാർട്ട് ഗോൾ ആണോ? സ്വർണ്ണം, എന്റെ ബിസിനസ്സിൽ ലാഭം കൂട്ടണം, അത് സ്മാർട്ട് ഗോൾ ആണോ? അല്ലല്ലോ. അല്ല. എങ്ങനെ നമുക്ക് ബിസിനസിന്റെ ഒരു ലാഭം കൂട്ടുന്ന സ്മാർട്ട് ഗോൾ ആക്കുക? ആദ്യം നമുക്ക് നോക്കാം ടൈം. ടൈം വേണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ ആയിരിക്കണം, നമുക്ക് അത് നടക്കുന്നുണ്ടോ ഇല്ലോ ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഒരു സ്ട്രാറ്റജി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അറ്റൈനബിൾ ആയിരിക്കണം അല്ലെ, അറ്റൈനബിൾ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്ന സംഭവമായിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ രഞ്ജിത്ത് സാറ് ഗോൾ സെറ്റ് ചെയ്യാണ്, ഞാൻ ഈ ഒരു വർഷത്തിൽ 2.5 കോടി രൂപ ഈ ഒരു 12 മാസം കൊണ്ട് 2.5 കോടി രൂപ ഞാൻ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് രഞ്ജിത്ത് സാർ ഗോൾ സെറ്റ് ചെയ്യാൻ സങ്കല്പിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക സ്മാർട്ട് ആണോ എന്നുള്ള നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ടൈം ബോണ്ട് ഉണ്ടോ? 2.5 കോടി രൂപ എന്ന് പറയുമ്പോൾ ടൈം ബോണ്ട് ആണോ? അതിന് ടൈം ഉണ്ടോ? ടൈം ബോണ്ട് ആണോ? ഞാൻ ഒരു വർഷം 2.5 കോടി രൂപ ലാഭം ഉണ്ടാക്കും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈം ബോണ്ട് ആണോ? ഹലോ, ടൈം ബോണ്ട് അല്ലേ? ഒരു വർഷം അല്ലെ, ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം എന്നുള്ളത് എന്താണ്? ടൈം ബോണ്ട് ആണ് അല്ലെ. 2.5 കോടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്? മെഷറബിൾ ആണ് അല്ലെ, സ്പെസിഫിക് ആണ്. എന്ത് ലാഭം എന്ന് പറഞ്ഞിരിക്കുന്നത്, ബിസിനസിന്റെ ലാഭം എന്നുള്ളത് സ്പെസിഫിക് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അറ്റൈനബിൾ ആൻഡ് റിലയബിൾ ആണോ എന്നുള്ളതാണ്. അറ്റൈനബിൾ ആൻഡ് റിലയബിൾ ആണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബിസിനസ് അനുസരിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതെങ്ങനെ കാണാൻ സാധിക്കുക? ഒരു ബേസിക്കലി നമുക്ക് അതിന് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് അദ്ദേഹം ഈ ഗോളിനെ തന്നെ ഒരു വളരെ സ്മാർട്ട് ഗോൾ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, രഞ്ജിത്ത് സാറിന്റെ ബിസിനസ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ ടേൺ ഓവർ എത്ര ഉണ്ടായിരുന്നു? 1.8 ഒക്കെ വരും. 1.8 CR ആണ് കഴിഞ്ഞ വർഷത്തെ ലാഭമെങ്കിൽ, ഈ വർഷം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനിപ്പം ഇങ്ങനെ തീരുമാനിക്കുകയാണ്, 3 CRലേക്ക് ആ ബിസിനസ് എത്തിക്കാൻ നമ്മൾ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആദ്യം റിയാലിറ്റിയിലേക്ക് പോകണം. എങ്ങനെ, ഹൗ എന്നുള്ള പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ രഞ്ജിത്ത് സാറ് പറയാണ് 2026 എന്റെ ബിസിനസ്
ഞാൻ 3 CR എത്തിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ പറ്റണം 3 CR എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 1.8 കവർ ചെയ്യുമ്പോൾ അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഹൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇപ്പൊ 1.8 എന്ന് പറയുമ്പോൾ ഏകദേശം 1.8 ആകുമ്പോൾ 40%, അപ്രോക്സിമേറ്റ്ലി 40% ഹൈക്ക് എന്തുവാണ് നടക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചോദിക്കണം, ഈ 40% ഹൈക്ക് നടക്കുമോ ഇല്ല? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആൻസർ വരും 40% ഹൈക്ക് എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അപ്പൊ അയാൾ പറയണം പോസിബിൾ ആണ്. എങ്ങനെ? അതിനു വേണ്ടിയിട്ട് ഞാനൊരു 10 സ്റ്റാഫിനെ, അതിനു വേണ്ടി 10 പുതിയ സ്റ്റാഫിനെ എടുക്കുകയും അതിൽ 5 സ്റ്റാഫിനെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് നിയമിക്കുകയും അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുതിയതായിട്ട് തുടങ്ങുകയും പഴയ റഫറലൊക്കെ ചെയ്യുകയും ചെയ്യുന്നതിനെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, കഴിഞ്ഞ വർഷം ഞാൻ ടോട്ടൽ ട്രീറ്റ് ചെയ്തത് 50 ക്ലയന്റിനെ ആയിരുന്നു. അതിനെ ഞാൻ 80 ക്ലയന്റ് ആയിട്ട് ഉയർത്തും. അപ്പൊ അയാൾ ഗോൾ സെറ്റ് ചെയ്യാണ്, ഈ 2026 കഴിഞ്ഞ വർഷമുള്ള 50 ക്ലയന്റിനെ 10 സ്റ്റാഫുകൾ ഹയർ ചെയ്യുന്നതിലൂടെ 80 ക്ലയന്റ് ആയിട്ട് ഉയർത്തിയതിനു ശേഷം അതിന്റെ 40% ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അതിന്റെ 40% പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ ഞാനത് 3 CR എത്തിക്കും. അതിന്റെ ഫസ്റ്റത്തെ ക്വാർട്ടർ മാർച്ച് മാസം ആകുമ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും ഇത്ര പെർസെന്റേജ് എത്തിക്കും എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു സ്മാർട്ട് ഗോൾ ആയിട്ട് മാറും. ക്ലിയർ ആണോ രഞ്ജിത്ത് സാർ? ക്ലിയർ ആണോ? ഹൗ എന്നുള്ള പാർട്ടിൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് എത്രയാവാം, ഒരാൾക്ക് 100 കോടി ഉണ്ടാക്കാം, 1000 കോടി ഉണ്ടാക്കാം. പക്ഷെ അയാളെ സബ് കോൺഷ്യസ് മൈൻഡ് എത്രയാണോ അത് വിശ്വസിക്കുന്ന ഒരു amount ആണ്. അയാൾ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്ന സാധനത്തിലേക്കാണ് അയാൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ട് പോവുക. അപ്പൊ ഇതിൽ 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യരുത്. 2025-ലും 24-ലും 23-ലും ഒക്കെ നിങ്ങൾ ഫിക്സ് ചെയ്ത ഗോളുകൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്താൽ വെറും ഗോൾ സെറ്റ് ചെയ്തൊരു കളിപ്പാവായിട്ട് നിങ്ങൾ മാറുന്നത്. ഫസ്റ്റ് തിങ്സ്. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്കും ഉള്ള നമുക്ക് 3 രീതിയിലുള്ള ഗോളാണ് ഉണ്ടാവുക. ലോങ് ടൈം, ഷോർട്ട് ടൈം, മിഡ് ടൈം. യെസ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത് വളരെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ലോകം അത്രയും വലിയ മാറ്റങ്ങൾക്ക് പോവാണ് അല്ലെ? ഇന്നുണ്ടായിരിക്കുന്ന 2020 പോലെ അല്ല 2025 ലോകം. പണ്ടത്തെ ആളുകൾ ഗോൾ സെറ്റിങ്സ് പഠിപ്പിച്ചതുപോലെ തെറ്റാന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഒരു ഗോൾ വേണം, നമുക്കൊരു വിഷൻ വേണം, നമുക്കൊരു ഐഡിയ വേണം. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഗ്രോത്ത് ഇതുവരെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇത് ഫുള്ളി എന്റെ ഒപ്പീനിയൻ ആണ്, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫിക്സ് 90 ഡേയ്സ് ഗോൾ. ഗൂഗിളും ആമസോണും ഫ്ലിപ്കാർട്ടും സെയിൽസ് ഫോഴ്സ് ഒക്കെ പോലുള്ള വലിയ കമ്പനികൾ വരെ 90 ഡേയ്സിലേക്കാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. വൈ 90 ഡേയ്സ്? 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ 89 ദിവസമാണ്, ഒരു മാസം കഴിയുമ്പോൾ അത് 60 ദിവസമാണ്, 2 മാസം കഴിയുമ്പോൾ 30 ദിവസമാണ്, പിന്നെ അത് 29 ദിവസമായി. നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പറ്റണം നമ്മളെ ഗോളുകൾ. അപ്പൊ 90 ഡേയ്സിലേക്ക് നിങ്ങൾ 1 ഇയറിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്തോളൂ, 2 ഇയറിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്തോളൂ, 5 ഇയറിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്തോളൂ. അതിൽ 90 ഡേയ്സിലേക്ക് എന്താണെന്ന് പ്ലാൻ ചെയ്യുക. മാർച്ച് 31 ആകുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ ഇയറിലെ ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അതിനെ നിങ്ങൾ ആദ്യം ഈ മാർച്ചിലേക്കുള്ള സെറ്റ് ചെയ്തെങ്കിൽ അതിന് പിന്നെ 3 മാസത്തിലേക്കുള്ള ഗോളുകളാക്കി മാറ്റണം. ആ 3 മാസത്തിന് ഇന്ന് ഒരാഴ്ചയിലേക്കുള്ള ഗോളാക്കി മാറ്റണം. ആദ്യത്തെ ജാനുവരി 7 നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അവിടുന്ന് മുതൽ നിങ്ങൾ അലേർട്ടായിട്ട് തുടങ്ങണം. അല്ലാതെ എപ്പോഴല്ല നോക്കേണ്ടത്, ഈ 2026-ലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്ത് അടുത്ത മാർച്ച് ഡിസംബർ വരുമ്പോൾ ഡിസംബർ 25-നെല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ക്ലിയർ ആണോ? നിങ്ങളൊരു വർഷത്തിലേക്കുള്ള ഗോളിനെ ഏറ്റവും സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 മാസത്തിലേക്ക് ആക്കുക. ആ 3 മാസത്തിൽ നിന്ന് അത് 1 മാസത്തിലേക്കാക്കുക. ആ 1 മാസത്തിൽ നിന്ന് അത് ഒരാഴ്ചയിലേക്കാക്കുക. ആ ഒരാഴ്ചയിൽ നിന്ന് അത് 1 ദിവസത്തിലേക്കാക്കുക. 2026 ജാനുവരി 1-ന് നിങ്ങൾക്കുള്ള ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യുന്ന കൊടുത്ത് ആ ഗോൾ അച്ചീവ് ആയോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ഗോൾ സെറ്റിങ്സ് വളരെ പ്രാക്ടിക്കൽ ഗോൾ സെറ്റിങ്സ് ആവുള്ളൂ, സ്മാർട്ട് ഗോൾ സെറ്റിങ്സ് ആവുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പറയുന്ന സംബന്ധം എന്തും നമുക്ക് അട്രാക്ട് ചെയ്യാം. അവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നത്, വലിയ വലിയ ആളുകളായിട്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസത്തിൽ ഇരുന്നിട്ട് നമ്മൾ അതിന്റെ ഒരു ഇതിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുമ്പോൾ പല വഴികളായിട്ട് പല ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. പക്ഷെ അയാൾക്ക് എന്ത് വേണം? കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു പാർട്ട് അതിന്റെ പിന്നിൽ വേണം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ വലിയ ഗോൾ സെറ്റിങ്സും കുറെ യൂട്യൂബിലെ ക്ലാസ്സും കുറെ സെഷൻസും ഒക്കെ നിങ്ങൾ പോയിക്കോളൂ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഫൈനൽ സാധനത്തിലേക്ക് വരുമ്പോൾ ആരാണോ ആക്ഷൻ ഓറിയന്റഡ് ആവുന്നത്, ആരാണോ എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ളത്, ആരാണോ ഈ ലോകത്തിൽ 95% ആളുകളും പോകുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയിലൂടെ പോവാനും
ലൈഫിൽ റിസ്ക് എടുക്കാനും തയ്യാറുള്ളത് അവർക്ക് മാത്രമായിരിക്കും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും നിങ്ങൾ അതിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇന്ന് കാണുന്ന പല ആളുകൾക്കും 1 മില്യൺ 2 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് 1 മില്യൺ 2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായതാണ്? ആണോ? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നുണ്ട്. മന്ത്ലി മിനിമം ഞാനൊരു 20-25,000 അതിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയ അത്രയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പോലും 100 വീഡിയോസ് ഞാൻ അത് ആർക്കീവിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ സോഷ്യൽ മീഡിയ ഇപ്പൊ 10K അടിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, പക്ഷെ 10K അടിച്ച എൻ്റെ സോഷ്യൽ മീഡിയ ഇനിയൊരു 100K അടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2 മാസം 3 മാസം മതിയാവും. ആ 100K ചിലപ്പോൾ 1 മില്യൺ ആണെങ്കിൽ ചിലപ്പോൾ 2026 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആയേക്കാം. പക്ഷെ ബിഗിനിങ് ഈസ് ഓൾവേസ് ഹാർഡ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ബിഗിനിങ് ഈസ് ഓൾവേസ് ഹാർഡ്. തുടക്കം എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരിക്കും. മിഡിൽ ഈസ് മെസ്സിയസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ അത് കുഴഞ്ഞു പറഞ്ഞ് നടക്കും. ഇപ്പൊ ബിമാജിക്കിൽ നിങ്ങൾ വരികയാണ്, എന്തിങ്ങനെ ബിമാജിക്കിൽ വന്ന് ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ എണീറ്റ് ശീലമായി. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, എന്താ ബിമാജിക്കിൽ വന്നിട്ട്, എന്താ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ട് എന്റെ ലൈഫിൽ പുരോഗതി ഒന്നും ഇല്ലല്ലോ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കിട്ടിയത് പോകും. ബട്ട് എൻഡ് ഈസ് ബ്യൂട്ടിഫുൾ. വിശ്വസിക്കുക, അതിൽ മുന്നോട്ട് കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളുടെ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് എന്റെ കോട്ടല്ല, ഇറ്റ്സ് ബൈ റോബിൻ ശർമ്മയുടെ കോട്ടാണ്. ഓക്കെ, ബിഗിനിങ് ഈസ് ഓൾവേസ് ഹാർഡ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോഴും, പുതിയൊരു ശീലം ഉണ്ടാക്കുമ്പോഴും, സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്യുമ്പോഴും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം തുടക്കത്തിൽ ഹാർഡാണ്. ദാറ്റ്സ് റിയാലിറ്റി. മിഡിൽ ഈസ്റ്റ് മെസ്സേജ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കും, വേണോ വേണ്ടെന്ന് തോന്നും. അവിടുന്ന് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പല നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ബെസ്റ്റ്. ഞാനെന്താ, നിങ്ങൾ ഉദ്ദേശിച്ച ആക്ച്വൽ റിസൾട്ട് അറിയുന്ന ആൾ നിങ്ങളല്ല. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ, നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് അറിയുന്ന വേലയുടെ പൊയ്ക്കോളൂ. ആ വഴി അടയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ വഴി അടഞ്ഞു എന്നതല്ല, അത് നിങ്ങൾക്കൊരു സൂചനയാണ്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും 10 വർഷം എടുക്കട്ടോ. സോ ഞാൻ നിന്റെ വഴി ഡൈവേർട്ട് ചെയ്യാണ്. അയാൾ ബ്ലോക്ക് ഇട്ടതാണ്. ആ ബ്ലോക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, എന്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്തില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ തിരിച്ചു പോയി നോക്കുക, നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിച്ചു പോയി നോക്കുക. കണക്ട് ദ ഡോട്ട്സ്. കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക, ഡോട്ടുകൾ കണക്ട് ചെയ്ത് വെക്കുക. പല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും അന്നൊരു ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ബ്ലോക്ക് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ടാവും. എസ് ഓർ നോ? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയണ്ട, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം. പണ്ട് നിങ്ങൾ വെച്ച പല ബ്ലോക്കുകളും, അന്ന് നിങ്ങൾ ബ്ലോക്കാണെന്ന് കരുതിയിരിക്കുന്ന ആഗ്രഹം ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ പറയുന്നുണ്ട്, താങ്ക് യു ഗോഡ്, അന്ന് എന്റെ ലൈഫിൽ അത് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. അന്ന് കൊറോണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അന്ന് എന്റെ ബിസിനസ് തകർന്നുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അന്ന് എന്റെ റിലേഷൻഷിപ്പ് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കുന്നത്. അന്ന് എന്റെ ലൈഫിൽ അത് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫോം ആയിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു പോയി നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത വഴിയിലൂടെ ആയിരിക്കില്ല. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, അതിൽ വർക്ക് ചെയ്യാം. അതിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യേണ്ടത്, അത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു ചെറിയൊരു ബ്ലോക്ക് വരുമ്പോൾ, ദൈവമേ ഞാനിതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ആക്സെപ്റ്റ് ദ റിയാലിറ്റീസ്. ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇത് അങ്ങോട്ടായിരുന്നെങ്കിൽ, ഇങ്ങോട്ടായിരുന്നെങ്കിൽ. എന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഫിലിം ആക്ട്രസ്. അപ്പൊ അവര് പറയുന്നത്, ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ ആ ഫാമിലിക്ക് ജനിച്ചിരുന്നെങ്കിൽ, എന്റെ കാര്യം ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് AI അറിയുന്നെങ്കിൽ. അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഇങ്ങനെയാണ് എന്നുള്ളതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ. ദിസ് ഇസ് എ റിയാലിറ്റി. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ്, എന്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, എന്റെ സിറ്റുവേഷൻസ് ഇതാണ്. ആക്സെപ്റ്റ് ദ റിയാലിറ്റി. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആയതിന് ആരാണ് കാരണം? അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്തു. 2 കാര്യം പറയുന്നുള്ളൂ. 2026 ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 മാസത്തിലേക്കുള്ള ഗോൾ നിങ്ങൾ 24 3 മാസത്തിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യുക. പഴയ ഗോളുകൾ അച്ചീവ് ആയിട്ടില്ലെങ്കിൽ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യാനല്ല പോകേണ്ടത്. പഴയ ഗോളുകൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ചോദ്യം. എൻ്റെ ഓഫീസിലും എൻ്റെ ബിസിനസ്സിലും ഉണ്ടായിരിക്കുന്ന ചില ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഈ 2026 മുതൽ ബിമാജിക്കിൽ നിന്ന് ഞാനൊരു ടീമിനൊക്കെ പിൻവലിക്കുകയാണ്. ബിമാജിക്ക് 2 രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് കേട്ടിട്ട് ഉപകാരം ഉണ്ടോ ഇല്ല നിങ്ങൾ പറയാം.
ഇതേപോലെ പെർട്ടിക്കുലർ ഡേയിൽ എല്ലാ ദിവസവും ക്ലാസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ടീം മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ പിക്കപ്പ് ചെയ്യണം. എല്ലാ ദിവസവും ക്ലാസ് വേണമെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരും. ഓക്കെ, പക്ഷെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെന്നൊരു ടീം മുന്നോട്ട് വരണം. അപ്പോഴാണ് ബി മാജിക് മുന്നോട്ട് പോകുക. അതാണ് ബി മാജിക്കിന്റെ ഗോൾ സെറ്റിംഗ്സ്. അല്ല എന്നുണ്ടെങ്കിൽ ബി മാജിക് നമ്മൾ വീക്കിലി 1 days ആക്കി മാത്രം മാറ്റും. ഓക്കെ, വീക്കിലി 1 days ക്ലാസ് ആകുമ്പോൾ അത് ഞാനും ടീമും എടുക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു പാർട്ടായിട്ട് ഞങ്ങൾക്ക് ഇതിന് ലെഫ്റ്റ് ചെയ്യാനോ ലിവ് ചെയ്യാനുള്ള സമയമായിരിക്കണം. കാരണം വേറെയും കുറെ കാര്യങ്ങളിലേക്ക് ബിസിനസ്സും അതിൻ്റെ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ തന്നെ ഇതിൽ സെഷൻ എടുക്കാൻ വരാത്തതെന്ന് വെച്ചാൽ നിങ്ങളുള്ള ആരുടെങ്കിലും ഇഷ്ടക്കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ ബി മാജിക്കിനെ ചെറുതായിട്ട് കണ്ടിട്ടോ അല്ല. ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുണ്ടാവും. അത് ബി മാജിക് മോശമായിട്ടല്ല. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ടീമാണെങ്കിലും ഇപ്പൊ ഗോപിക ആണെങ്കിലും ഇതാണെങ്കിലും പിന്നെ അജിഷ ആണെങ്കിലും അപ്പൊ ടീമിന് ലിവ് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഗോപിക ഇവരൊക്കെ ആണെങ്കിൽ ടീമിന്റെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് 2026 നമ്മുടെ പ്ലാനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് വേറെ കുറെ വർക്കുകൾ വേറെ കുറെ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ആവാം. അതുകൊണ്ടാണ് ഞാനിന്ന് വരാൻ കാരണം. അതിന് കൂടെ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ അഫ്സിന ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഹെൽത്ത് നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ എൻ്റെ ഹെൽത്ത് എല്ലാതും വളരെ ഹെൽത്തി ആയിട്ട് ഒരു 45 കിലോ അല്ലെങ്കിൽ 50 കിലോ ആയിട്ട് ഒരു ഇത് നിലനിർത്തുക എന്നാവാം, അല്ലെങ്കിൽ ഇത്ര കിലോ കുറക്കുക എന്നാവാം. അപ്പൊ അതൊക്കെ ഒരു സെറ്റ്. ഫോർ എക്സാമ്പിൾ 100 കിലോ ഉള്ള ഒരാൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അയാൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, ആ 100 കിലോനെ എത്ര കിലോ ആയിട്ട് കുറക്കണം. അപ്പൊ അയാൾ പറയുന്നത് 3 മാസം കൊണ്ട് ഞാൻ ഈ 100 കിലോ ഉള്ളത് 50 കിലോ ആയിട്ട് കുറക്കും. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കിയാൽ സ്മാർട്ട് ഗോൾ ആണോ, പോസിബിൾ ആണോ, ഒരു മാസം ഒരു മനുഷ്യന് മാക്സിമം എത്ര കുറക്കാൻ പറ്റും, അതിനെങ്ങനെ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ അയാൾക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോൾ അയാൾ പറയാണ് 3 മാസം കൊണ്ട് അതൊരു 92 കിലോ ആയിട്ട് കുറക്കും, 8 കിലോ ഞാൻ കുറക്കും എന്നുള്ളത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് സ്മാർട്ട് ഗോൾ ആയിരിക്കും. ഒരു മാസത്തിന് ഒരു 2.5 കിലോ വെച്ചിട്ട് അല്ലെങ്കിൽ 3 കിലോ വെച്ചിട്ട് എന്ന രീതിയിൽ. അപ്പൊ അതേപോലെ ഗോളുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡിസ്കഷൻ നിങ്ങൾക്കാവാം, ഡൗട്ട്സുകൾ ഉണ്ട് ചോദിക്കാം, ആർക്കും പറയാം. ബി മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ പണ്ട് ചെയ്തതുപോലെ തന്നെ മുമ്പ് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റീസെന്റ് കഴിഞ്ഞ വർഷത്തിലേക്കാണ് ടീമിനെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഗോപികനെ വരെയൊക്കെ കൊണ്ടുവന്നത്. അതിനു മുമ്പ് ബി മാജിക്കിലെ ആളുകൾ തന്നെയായിരുന്നു ഇതിൽ ആങ്കറിങ് ചെയ്തിരുന്നത്. ബി മാജിക്കിലെ ആളുകൾ സെഷൻ എടുക്കാറുണ്ടായിരുന്നു. ബി മാജിക്കിലെ ആളുകൾ ഇതിന്റെ ടീം ലീഡേഴ്സ് ആയിട്ട് വരാറുണ്ടായിരുന്നു. ആ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ നിങ്ങൾ എല്ലാവരും മാറി നിൽക്കുകയാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിനെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഒരിക്കലും എനിക്ക് മാത്രമല്ല, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഇതിന് റിസ്ക്കും ഇതിനുള്ള റിസ്ക് ഫാക്ടറുകളും നിങ്ങൾ എല്ലാവരും പാർട്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇതേപോലെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മളത് വീക്കിലി മാത്രമാണ് സെഷൻ എടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് മാറ്റും. നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. 2026 പോകുമ്പോൾ ബി മാജിക്കിൽ നിങ്ങളായിരിക്കണം ഇത് ഡീൽ ചെയ്യണേന്. ബി മാജിക്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ വരണം, എന്തൊക്കെ സജഷൻസ് വരണം. ഇപ്പോൾ കേരള സർക്കാരിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് അല്ലെ, പല സ്ഥലത്തും ബോർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ ഞങ്ങൾ ചെയ്യാം. അങ്ങനെ ഏകദേശം അങ്ങനെയാണ്. എന്താണ് നമ്മുടെ സജഷൻസ് ചോദിക്കാനും വേണ്ടിയിട്ട് ഒരാൾ വീട്ടിൽ വരും, സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതേപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കാറ്, ഇനി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾക്ക് വിട്ടുകാണ് ബി മാജിക്കിനെ ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂം ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ട്രെയിനേഴ്സിന്റെ ലിസ്റ്റ് ഫുൾ അയച്ചു തരും. ഇപ്പോൾ ഉള്ള ട്രെയിനേഴ്സിന് കൊടുക്കേണ്ട പേയ്മെന്റ് ബി മാജിക് സ്കിയോളോ കൊടുക്കും, അതൊക്കെ കൊടുക്കും. പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ട്രെയിനേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ ബി മാജിക് കൊടുക്കും. പക്ഷെ ഇത് കോർഡിനേറ്റ് ചെയ്യണം. ഒരു ദിവസം ആരൊക്കെ ക്ലാസ് എടുക്കണം, എപ്പോൾ ക്ലാസ് എടുക്കണം, ആരാ ലീഡേഴ്സ് ആയിട്ട് വേണ്ടത്, ഇതിൽ ആളുകൾ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ, ഐ എം വെരി സോറി. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനത്തിലേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ടൈം ഇനി ഇല്ല. വേറെ കുറെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. ഞങ്ങളുടെ സ്കിയോളോന്റെ പുതിയ പ്രൊജക്ട് 2 വർഷമായിട്ടുള്ളൂ. ഓക്കെ, ആ 2 വർഷത്തെ ഗ്രോത്തിൽ ഞങ്ങൾ എത്തി. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങൾക്ക് 2026 ഒരു ബിഗ് ഗോൾ അച്ചീവ് ചെയ്യാനുണ്ട്. വലിയ ഗോളാണ് അച്ചീവ് ചെയ്യാനുള്ളത്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് തന്നെയാണ്. ഞങ്ങൾ 2025 ഗോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. 2026 ഗോൾ എന്ന് പറയുന്നത് ബിഗ് ഗോളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലേക്ക് നല്ല എഫേർട്ടും നല്ല സമയവും അതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ റസാഖ് സാർ ആസ് എ സീനിയർ പേഴ്സൺ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആർക്കെങ്കിലും മുന്നോട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ആക്കാം. അതന്നെ സ്ഥിരമായിട്ട് കൊണ്ടെടുക്കണം. നമുക്ക് ചിലപ്പോ സമയമില്ല. ഏറ്റെടുത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കും. ബാക്കിയുള്ള ആളുകൾ എല്ലാവർക്കും എല്ലാ ആളുകളും അഭിപ്രായം പറയാനുള്ളതാണ്. ഞാൻ വിളിക്കാം സാറേ. ഓരോ പാർട്ടിസിപ്പന്റിന് ഓരോ ഡേറ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പൊ തന്നെ ഓൾറെഡി 24 പാർട്ടിസിപ്പന്റ് ഇപ്പൊ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിസിപ്പന്റിന് ഓരോ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 മാസം ആവുന്നുണ്ടാവും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും ദിവസം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ആ ദിവസം സാർ അങ്ങനെ തീരുമാനിക്കാം. പക്ഷെ ഏതൊരു തീരുമാനം നടക്കണമെങ്കിൽ there will be one leader. ഓക്കെ,
ഒരാള് ഇതിന്റെ മുന്നിൽ നിന്ന് ഇപ്പൊ ബിമാജിക് ഇത്രയും കാലം പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. ഓക്കെ, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ബിമാജിക്കിന്റെ ഓരോ ചലനങ്ങളും ഫൈനലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരും, ഞാൻ ലീഡേഴ്സ് മീറ്റ് നടത്തും, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ലാസ്റ്റ് ഒരു 6 മാസമായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു 6 മാസമായിട്ട് ഞാൻ ഇതിൽ അത്ര ആക്റ്റീവ് അല്ല. ഓക്കെ, ലാസ്റ്റ് 2 മാസമായിട്ട് ഞാൻ തീരെ ആക്റ്റീവ് അല്ല. അപ്പൊ അതിന്റെ എഫക്റ്റുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആക്റ്റീവ് അല്ലാതെ. ഇനി അജിഷൻ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു പാർട്ട് വലിയ ഗ്യാപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ രഞ്ജി സാർ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണ്. പക്ഷെ നമുക്ക് ഒരു പടച്ചോനെ ഉണ്ടാകാൻ പാടും അല്ലെ? ഒരു പല ദൈവങ്ങൾ നമ്മൾ വിശ്വാസങ്ങളുണ്ട്, അതൊക്കെ ആ വിശ്വാസം എല്ലാം പറയുന്നത് ഒരു തീരുമാനം എടുക്കുന്ന സ്ഥലത്ത് ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഫൈനൽ ഡിസിഷൻ 2 മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ? കേരളത്തിൽ 2 മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. 2 മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ആകുമ്പോഴാണ് ഇതിലെ പ്രതിപക്ഷ നേതാവിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒരേ റോൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഒരു മുഖ്യമന്ത്രിക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? ആ രാജ്യം ഭരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് നമുക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. ബിസിനസ് രീതി പറയുമ്പോൾ അക്കൗണ്ടബിലിറ്റി ഒരാളോട് ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഷീലാമയം ഒരു ഇതിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. ഫൈനൽ ചോദ്യം ആരോടാ? പ്രിൻസിപ്പളോടാ. പ്രിൻസിപ്പളെ സഹായിക്കാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു പേഴ്സൺ നിങ്ങൾ അത് ആകെ 12 ആൾക്കാരുണ്ടായാൽ മതി. ഓരോ മാസത്തിൽ ഓരോ ലീഡർ ആക്കാം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ ദിവസം ഇത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും, എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ റിസ്കിന് എല്ലാവരും തയ്യാറാവാറുണ്ട്. അവിടെ നിങ്ങൾ ചേഞ്ച്, നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ചലഞ്ച് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ബഷീർ സാർ പറഞ്ഞോളൂ. ഞാൻ റെഡിയാണ് സർ. ഒരു ടീമായിട്ട് വരികയാണെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ഉണ്ടാവും ഇപ്പോൾ. ഞാനും റെഡിയാണ്. ബഷീർ സാർ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ സാർ. അല്ല, ലിറ്റിയ പറയൂ. ലേഡീസ് ഫസ്റ്റ്. സാർ ആരാ സംസാരിക്കുന്നത്? ആരാണ് ഇപ്പൊ സംസാരിച്ചോളൂ. 7 ദിവസവും ഹലോ 7 പറയുന്ന കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. 7 ദിവസവും ഈ 3 പേര് ചേർന്നിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ് അറേഞ്ച് ചെയ്യാനും മറ്റുമൊക്കെ പറ്റും. ഇതിന് പ്രധാനമായിട്ട് ഒരാൾ ഹെഡായിട്ട് നിന്നാൽ മതിയാവും സാർ പറഞ്ഞോടെ ലീഡർ. അപ്പോൾ ഈ 3 പേരുള്ള ഒരു ടീമിനോട് ഒരു ദിവസവും ചോദിച്ചാൽ മതിയോ ഓക്കെ എല്ലാം റെഡിയാണോ എന്നുള്ള ഒറ്റ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതിയാകും. ഈ ഒരാൾ മാത്രം കീഴിൽ ഒരു ലീഡറിന്റെ കീഴിൽ ഒരാൾ മാത്രം ആവുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ ആളിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ദിവസത്തെ കാര്യങ്ങൾ ഉണ്ടാകും. 3 പേരുണ്ടാവുമ്പം 2 പേർക്ക് അസൗകര്യമാണെങ്കിലും ഒരാൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. നിങ്ങൾ 12 ആളുകളെ 12 ആളുകളെ ഇതിൽ നിന്ന് കണ്ടെത്തുക. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ 12 ആളുകളെ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യുക. ജാനുവരിയിൽ ഇയാളായിരിക്കും ഹെഡ് ചെയ്യുക. ഒരു പിന്നെ ആരുടെ കഴിവാണ് നിങ്ങൾക്ക് നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. ഫെബ്രുവരിയിൽ ഇന്ന ലീഡർ ആയിരിക്കും, മാർച്ചിൽ ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഇതില് മുസ്തഫ സാർ ആയിരിക്കും, ഇതില് ഷൈനി മാം ആയിരിക്കും. ഇതിലിങ്ങനെ 12 ഇത് മുന്നോട്ട് പോകണമെന്ന് അത്രയും ആഗ്രഹിക്കുന്ന 12 ആളുകൾ വരെ. എന്നിട്ട് ഓരോ ആളുകളും ഓരോ മാസം ഹെഡ് ചെയ്യാൻ തീരുമാനിക്കുക, സിമ്പിൾ ആയിട്ട്. അപ്പൊ അയാളുടെ ഐഡിയകൾ ഉപയോഗിക്കട്ടെ. അപ്പൊ ബിമാജിക്കിൽ പല ഐഡിയകൾ വരും. ഒരേ റൊട്ടീനിൽ നിങ്ങൾ പോരുത്. ബിമാജിക്കിന്റെ ഗ്രൂപ്പിനുമായിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് നിങ്ങൾക്ക് ഈ 2026 ഡിസംബർ 30 ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റണം. എന്തിന്? സാറൊക്കെ ഉള്ള സമയത്ത് സ്കിയോളോ നടത്തിയിരുന്ന സമയത്ത് ആകെ ഒരു 25 ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പൊ നോക്കി ഇത് 1000 ആൾക്കാരുടെ പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 500 ആൾക്കാരുടെ പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളെക്കാളും കൂടുതൽ ഇതിനെ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അത്രയും ഇതിന് സമയമുള്ള ആളുകളും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ്. ബിമാജിക് എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് കൊണ്ടെടുക്കുന്ന അതേ റിസ്ക് ഉണ്ട്. ഒരു ബിസിനസ് ഞാൻ എങ്ങനെയാണോ കൊണ്ടെടുക്കുന്നത് അതേ റിസ്കോളിട്ടാണ് ബിമാജിക്കിന് ഇതേപോലെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഇതിന്റെ ഓരോ സമയത്തും ചെയ്തിട്ട് നടക്കുക. അപ്പം അതേപോലെയാണ് ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ സമയമുള്ള ആളുകൾ, ഇപ്പൊ സാക്ഷാറൻ ആവണമെന്നില്ല, കുറച്ചും കൂടി ഫ്രീ ടൈം ആർക്കാണുള്ളത്. അപ്പൊ അത്തരം ആളുകൾക്ക് ഇതിനൊന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. പ്രസാക്ഷാറ ബിസിനസ്സും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അത് ഒരാളിനെ വിളിക്കുക, ഒരാളിനെ ചോദിക്കുക, ആളുകൾ വരാതിരിക്കുമ്പോൾ മെന്റലി ഡിസ്റ്റർബ് ആവും. അതേ സമയത്ത് ഒരു മാസത്തേക്ക് അയാൾ ലീഡർഷിപ്പ് കഴിയുമ്പോൾ ആ ഒരു മാസത്തിന് അയാൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിയാൽ മതി. അയാൾക്ക് ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസത്തിൽ അയാൾക്ക് ബോധ്യം എന്താണ്, ഞാനാണ് ഇപ്പൊ JCI അല്ല അല്ലെങ്കിൽ പോലെ BNA ഒക്കെ നോക്കുന്ന സമയത്ത് BNA ഒരു വർഷത്തേക്കാണ് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ, ഒരൊറ്റ തവണ ആവാനും പറ്റുള്ളൂ. അതേപോലെ ഒരാൾക്ക് ഇവിടെ ഒരു വർഷത്തിൽ ഒരു തവണ ആവാൻ പറ്റുള്ളൂ. അതൊരു കോമ്പറ്റീഷൻ മോഡിലേക്ക്, അതായത് നാളെ പൊളിറ്റിക്സ് ആയിട്ട് മാറരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പാരപ്പായിട്ട് മാറില്ല. അയാൾക്ക് സത്യസന്ധമായിട്ട് എന്താ എന്റെ ഈ ഒരു 1 മന്ത് ലീഡർഷിപ്പിൽ ബിമാജിക് സൂപ്പർ ആവണമെന്നുള്ള ചിന്ത ഓരോരുത്തരും കൊണ്ടുവന്നു ഒരു മെയിൻ ലീഡറെ നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ സബ് ഗ്രൂപ്പ് 1 or 2 ഗ്രൂപ്പ് മതി. ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു മന്തിൽ ഒരാൾ കോർഡിനേറ്റർ നിയമിക്കുക. ഒരൊറ്റ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ 30 ദിവസത്തേക്കുള്ള ട്രെയിനേഴ്സിനെ ഉണ്ടാക്കാം.
ആ ട്രെയിനേഴ്സിന്റെ ലിസ്റ്റ് ഞങ്ങളുടെ ടീമിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ അതിന്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ഉണ്ടാക്കി തരും. ക്ലിയർ ആണോ? ഇതിന്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോസ് ബാക്കിയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡിസൈനേഴ്സിന് കൊടുക്കും. ഡിസൈനേഴ്സ് ആ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ഉണ്ടാക്കി തരും. സൂം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് തരും. സൂമിന്റെ ആക്സസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അതിന്റെ പിന്നെ ആങ്കറിങ് ചെയ്യാനും വേണ്ടിയിട്ട് വരുന്ന ആളുകൾ വരണം. അതൊക്കെ വളരെ ഈസിയാണ്. എപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഉത്തരവാദിത്തം എടുക്കും. അത് വളരെ ഹാർഡാണ്. എപ്പോ ഇതിലൊരു പേഴ്സൺ മാത്രം അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്താണ് തീരുമാനിക്കുന്നത്? ഡെയിലി സ്പീക്കേഴ്സിന്റെ കാര്യത്തിലാണ് നമുക്ക് മൈനസ് കാണുന്നത്. നിങ്ങൾക്ക് JCI അങ്ങനെയുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആളെ കിട്ടും. അല്ല, ലിസ്റ്റ് ഞങ്ങൾ തരാം. ഓൾറെഡി സമയമാകുമ്പോൾ നിങ്ങൾക്ക് 100 ആൾക്കാരെ, 150 ആൾക്കാരെ, 200 ആൾക്കാരെ ലിസ്റ്റ് അവിടെ ഉണ്ട്. ഏത് ട്രെയിനിങ് എടുത്തിട്ടുള്ള അവരെ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ വരും. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു പിന്നെ ട്രെയിനിങ്ങിന് ആളുകളെ കിട്ടാത്തതാണെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, ട്രെയിനിങ്ങിന് ആളെ കിട്ടാത്ത ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ട്രെയിനിങ്ങിന് ആളെ കിട്ടാത്ത ഇഷ്യൂ ആണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. ജസ്റ്റ് JCI കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഓരോ വർഷം എന്ത് ചെയ്യും, ആ JCIന്റെ ഒരു ഇത് നടക്കുന്നുണ്ട്, എന്തോ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് നടക്കാറുണ്ട്. അപ്പൊ അവർക്കൊരു പിന്നെ അസൈൻമെന്റ് ഉണ്ട്, ഇത്ര ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് ആരോടെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ അങ്ങനെ വന്നിട്ട് കുറെ ആളുകൾ ട്രെയിനിങ് എടുത്ത് പോകാറുണ്ട്. അവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ, BMagic ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടാവുക എന്നുള്ള മാത്രമാണ് അതിന്റെ ചലഞ്ചും. കാരണം ഗോപിക ഇപ്പം എന്ന് പറയുന്നത് എന്റെ ഓഫീസിൽ ഒരു മെയിൻ സ്റ്റാഫാണ്. ഗോപിക, മുഫീദ വരാറില്ല. കാരണം മുഫീദക്ക് വേറെ കമ്മ്യൂണിറ്റി ഇൻചാർജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടാബിൾ ഡോക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സെയിൽസിലേക്ക് മാത്രം മാറ്റിയിട്ടുണ്ട്. ഗോപികനെ ഇതിന്റെ ഒരു മാനേജ്മെന്റിന്റെ ഹെഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അവർക്ക് അത്രയും കാര്യങ്ങളും വർക്ക് ലോഡ് അല്ല, പക്ഷെ അവരുടെ തോട്ട് പ്രോസസ്സിൽ വേറെ കുറെ കാര്യങ്ങൾ വന്നു തുടങ്ങും. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഗോപിയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ക്ലയന്റ് വരികയാണെങ്കിൽ ആ ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്നത്, ആ ക്ലയന്റിനോട് സംസാരിക്കുന്നത്, അവരുടെ ബിസിനസ്സിലെ ഇഷ്യൂസ് സോൾവ് ചെയ്തെടുക്കുന്നത്, അത്രയും അവരൊക്കെ കാപ്പബിൾ ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവരെ കോൾ ബാക്ക് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്ന ഒരു സജഷൻ പറയാം, ഇത് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് ഒരു മീറ്റിംഗ് നമ്മൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്തിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് BMagic ഒന്ന് സർക്കുലേറ്റ് ചെയ്തിട്ട് രാത്രി എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ആ സെറ്റ് ചെയ്യുന്നതിൽ മീറ്റിംഗിന് വേണമെങ്കിൽ എന്നെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി നോക്കാം. ആകെ നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു മാസത്തിൽ 24 ക്ലാസ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ 25 ക്ലാസ്. ഓക്കെ, ആ 25 ക്ലാസ്സിൽ ഓൾറെഡി 4 ക്ലാസ് ഓസ്റ്റിൻ സാർ എടുക്കുന്നുണ്ട്. 4 ക്ലാസ് ബുക്ക്ഡ് ആണ്. ഓക്കെ, 4 ക്ലാസ് പ്രവീണ മാം ഇപ്പൊ ക്ലാസ് എടുക്കാറില്ലേ? 4 ക്ലാസ് പ്രവീണ മാം എടുക്കുന്നുണ്ട്. ആ 4 ക്ലാസ്സും ബുക്ക്ഡ് ആണ്. അപ്പൊ 8 ക്ലാസ്, 24 8 ക്ലാസ് പോയി അല്ലെ? 25 8 ക്ലാസ് പോയി കഴിഞ്ഞാൽ 25 8 ക്ലാസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എത്ര ക്ലാസ്സാണ് ഉള്ളത്? ഏകദേശം ക്ലാസ് ഉണ്ട്, 17 ക്ലാസ് അല്ലെ? ഈ 17 ക്ലാസ് എടുക്കാനും വേണ്ടിയിട്ട് ഒരാൾ പറയാണ് നല്ല വൃത്തിക്ക് ക്ലാസ് എടുക്കാൻ എല്ലാ ആഴ്ചയിലും ഞാനൊരു ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അടുത്ത 4 ക്ലാസ്സും കൂടെ ആയി. ഓക്കെ, വേറെ ആളും പറയാണ് എല്ലാ ദിവസവും ഞാൻ 4 ക്ലാസ് എടുത്തോളാം, അപ്പൊ അടുത്ത ക്ലാസ് ആയി. ഇപ്പൊ ഏകദേശം എത്ര ക്ലാസ് ആയി? 4 ക്ലാസ് ആയി. ഒരു വീക്കിലേക്കുള്ള 4 ക്ലാസ് ആയി. ഇനി നിങ്ങൾക്ക് ആകെ ഉണ്ടാക്കേണ്ടത് 3 പേരാണ്. അതിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പറയാണ് അല്ല സോറി, നമുക്ക് ഇതിൽ 24 ക്ലാസ് മതിട്ടോ. സോറി, കാരണം 6 ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ. ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉള്ളൂ. അപ്പൊ 4 6 6 6 12 24 ക്ലാസ് ആയി. ഇപ്പൊ 8 ക്ലാസ്സിലേക്ക് ഓൾറെഡി ആളായി. ഒരു ക്ലാസ്സിലേക്ക് വന്നാൽ 12 ക്ലാസ് ആയി. ആ 12 ക്ലാസ്സിലേക്ക് ഒരാളും കൂടി വന്നാൽ 16 ക്ലാസ് ആയി അല്ലെ? പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു വീക്കിലുള്ളത് ഒരു ദിവസമാണ്. 5 ക്ലാസ് ഒരു വീക്കിലേക്കായി. ആ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയറിങ്ങോ അല്ലെങ്കിൽ ഇതേപോലെ ഗോൾ സെറ്റിംഗ്സിന്റെ അനലൈസിങ്ങോ, ഒരാഴ്ചക്ക് ഒരാൾ ഗോൾ സെറ്റ് ചെയ്ത് 2 3 ടീം ആവുന്നവരുടെ ഗോൾ സെറ്റിംഗ്സ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും, സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. അല്ലാതെ നമ്മൾ കുറെ ക്ലാസ് എടുക്കുന്നത് എന്താ? നിങ്ങൾ BMagicനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറയാം, ക്ലാസ് കേൾക്കുന്നിടത്തല്ല BMagic സക്സസ് ആവുക. സേവേഴ്സ് എന്ന് പറയുന്ന കൾച്ചറിന്റെ ഒരു അനലൈസിംഗ് നിങ്ങൾ നടത്തും. ഈ ഒരാഴ്ചയിൽ നോക്കുന്ന സമയത്ത് ഓരോ ടീമിലുള്ള ആൾക്കാർ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്തോ, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്തോ, എല്ലാ ദിവസവും അഫർമേഷൻ ചെയ്തോ, എല്ലാ ദിവസവും പുസ്തകം വായിച്ചോ, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതിയോ, എല്ലാ ദിവസവും ഗോൾ റിവ്യൂ ചെയ്തോ, ഒന്ന് ചെയ്തു നോക്കുക. എന്ത് രസമായിരിക്കും. എന്നും വന്ന് കുറെ ക്ലാസ് ആയിട്ട് പോയിട്ട് എന്താ കാര്യം? എത്ര ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾക്കാർ നിങ്ങളായിരിക്കും. എനിക്ക് പോലും നിങ്ങൾ അത്ര അറിവില്ലെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യത്തില്, ഈ ഒരു ഇങ്ങനത്തെ നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നിങ്ങൾ അതിനോട് ആക്ഷനിലേക്ക് മാറ്റുന്ന സമയത്ത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനം സേവേഴ്സ് എന്ന് പറയുന്ന കൾച്ചറാണ് BMagicന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ കൾച്ചർ ഇപ്പൊ ഇല്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഗ്രൂപ്പിൽ ഇപ്പൊ ഫോട്ടോ വരുന്നുണ്ടോ? എക്സസൈസിന്റെ ഫോട്ടോ ഉണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിന്റെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ ടു ഡു ലിസ്റ്റിന്റെ ഫോട്ടോ വരുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ വരുത്തിയിട്ടില്ലായിരുന്നോ? അതിൽ നമ്മൾ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റും അതിന്റെ കാര്യങ്ങളും അതിന്റെ ആക്സസ് ഒക്കെ ഞാൻ ചെയ്തു തന്നിട്ടില്ല. റസാഖ് സാർ തന്നിട്ടുണ്ടായിരുന്നോ? ഓരോരുത്തരുടെ മാർക്ക് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ഓരോ വീക്കിലും നമ്മൾ അനലൈസിങ് നടത്തിയിരുന്നു.
ഇതൊന്നും ചെയ്യാതെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള തറപറ ചെയ്യാതെ രാവിലെ കുറച്ച് നേരം വന്ന് കുറച്ച് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്ത് പോയതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. അതിന്റെ കൾച്ചർ കീപ്പ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പാരഡൈം പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട് ശീലിച്ച് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സും ഇതിന്റെ ഒരു ബേസിക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഉള്ള സ്റ്റൈലിൽ എന്തോ കറക്റ്റ് ചെയ്യാനുണ്ട്. 2026 നിങ്ങൾ ഇതേപോലെ പോവാണെങ്കിൽ 25-ലെത്തിയ റിസൾട്ടിന് അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കരുത്. എബ്രഹാം ലിങ്കന്റെ കോട്ടാണ് എന്റെ അല്ല. എന്താണ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയും വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അയാൾ വിഡ്ഢിയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ വിഡ്ഢിയാവണോ അല്ല എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരണം നിങ്ങൾ ആലോചിച്ചു. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇത് ഈസി അല്ലേ? അപ്പൊ ഈ ഒരു 2 ക്ലാസ് ഓൾറെഡി ഓക്കെ ആണ്. പിന്നെ വീക്കിലി ആകെ 4 ക്ലാസ് ഉണ്ടാക്കുന്നത്. അത് മന്ത്ലി എടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്യും. ആ ലിസ്റ്റിലുള്ള ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. കാരണം ഓൾറെഡി ബി മാജിക്കൽ സെഷൻസ് എടുത്ത ആളുകളാണ്. ക്ലിയർ ആണോ? അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആ പാട്ടൊക്കെ ഞങ്ങൾ ചെയ്തു തരും. ഇതിന്റെ ആങ്കറിങ്, ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരാണെന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, വേറെ ഇതേപോലെ കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെ മന്ത്ലി മീറ്റിംഗ് ഇങ്ങനെ സംഭവം ചെയ്യുക. ഒരു ദിവസം ഞാൻ പറയുന്നത് നിങ്ങൾ സേവേഴ്സ് കൾച്ചറിന്റെ അനലൈസിംഗ് ആക്കി മാറ്റും. ഒരു ദിവസം അന്ന് നിങ്ങൾ വേണമെങ്കിൽ 2-3 സൂം ലിങ്ക് ഇട്ടോളൂ. സൂം ലിങ്ക് ആർക്കും ഉണ്ടാക്കാലോ അല്ലേ? അരമണിക്കൂറിന്റെ സെഷൻ ആക്കിക്കോളൂ. ഓക്കെ, ഓരോ ടീമിനും ഓരോ സെപ്പറേറ്റ് മീറ്റിംഗ് വെക്കും. എന്നിട്ട് നിങ്ങൾ സേവേഴ്സ് കൾച്ചർ മാത്രം, നിങ്ങൾ ഗോൾ മാത്രം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. അവിടെ നിങ്ങൾ ടീം വർക്ക് വരിക. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനി ചെയ്യാനിപ്പം ഇതേപോലെ മന്ത്ലി 30,000 40,000 മേടിക്കും. ആ സംഭവം നിങ്ങൾ ടീമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള റിസൾട്ട് ഉണ്ടാവുക. അവിടെയല്ലേ നമ്മളിത് ഒരു ബി മാജിക് എന്ന് പറഞ്ഞാൽ നമ്മളിത് എല്ലാവർക്കും കൂടെ ആവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്യോ നിങ്ങൾ. നമുക്ക് ഇന്നും നാളെ ഉള്ളൂ, കാരണം മറ്റന്നാള് കഴിഞ്ഞു. ഇന്ന് രാത്രി ഇതിനൊരു മീറ്റിംഗ് വെക്കാൻ പറ്റുമോ? ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് എത്ര സമയം? അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ ഒരു സമയം, ഒരു 8 o'clock 7:30 7 o'clock അങ്ങനെ ഏതെങ്കിലും ഒരു സമയം. 8 മണി ഞാൻ റെഡി. അപ്പൊ അതാ ഇതാരെ കോർഡിനേറ്റ് ചെയ്യുക? ഈ ഒരു സംഭവം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ വരും. ഈ ഒരു മീറ്റിംഗ് ആര് കോർഡിനേറ്റ് ചെയ്യും? ഞാൻ കോർഡിനേറ്റ് ചെയ്യാം സാർ. എല്ലാരും വിളിച്ചറിയിച്ച ടൈമിൽ കൊണ്ടുവന്നാൽ മതിയാവുമല്ലോ. മാക്സിമം വിളിച്ച് അറിയിക്കുക, മാക്സിമം ഗ്രൂപ്പിൽ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ എമർജൻസി ആയിട്ട് ബി മാജിക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ട എന്നുള്ള മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് പറയാം. ഓക്കെ, അപ്പം ആളുകളോട് മാക്സിമം ആളോട് പങ്കെടുക്കാൻ പറയാം. ഇന്ന് തന്നെ ഒരു 12 ആളുകളെ നിങ്ങൾ അതിന്റെ റെഡിയാക്കാം. ഓക്കെ, അത് മാത്രം റെഡിയായാൽ മതി. പിന്നെ ജനുവരിക്കുള്ള ലീഡർ റെഡിയാക്കുക, ജനുവരിക്കുള്ള ലീഡേഴ്സിനെ റെഡിയാക്കുക. വേറെ ഒരു പണി നിൽക്കണ്ട. ഓക്കെ, 12 മാസത്തേക്കുള്ള ലീഡേഴ്സിനെ റെഡിയാക്കുക, ജനുവരിക്കുള്ള ലീഡേഴ്സിനെ റെഡിയാക്കുക. ഓക്കെ, ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ട് ജനുവരി 25 ആകുമ്പോൾ എന്ത് ചെയ്യുക? ഫെബ്രുവരിക്കുള്ള ലീഡേഴ്സിനെ റെഡിയാക്കുക. കഴിഞ്ഞു. ഓക്കെ, ആങ്കറിങ് നിർബന്ധമല്ല. ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ഒരാൾ വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയണമെങ്കിൽ അയാളൊന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആങ്കർക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ആ ട്രെയിനർക്ക് വരുമ്പോൾ അയാൾക്കൊരു എനർജി കിട്ടാനാണ് ആങ്കറിങ് വെക്കുന്നത് അല്ലെ? ആ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് സർ, ഇതാണ് ഇന്നത്തെ സെഷൻ എടുക്കാൻ പോകുന്ന ആൾ, ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്ന പറയുമ്പോൾ അറിയാത്ത ആൾക്ക് വരുമ്പോൾ പ്രൊഫഷണലിസം ഫീൽ ചെയ്യും. അത് കൊണ്ടുവരാൻ പണ്ടൊക്കെ എന്തെങ്കിലും കുട്ടികളെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? റസാഖ് സാർ ചെറിയ ചെറിയ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ? 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നപ്പോൾ അവരൊക്കെ വലുതായി അല്ലെ? അവരൊക്കെ വലിയ ആളുകളായിപ്പോ. നമ്മൾ അന്ന് കൊണ്ട കുട്ടികളൊക്കെ +2 ഡിഗ്രിയിലൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഷൈനി മാമിനെ ഏൽപ്പിച്ചു ഈ കാര്യങ്ങൾ. ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഗോൾ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിബഡി? ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി 8 മണിയല്ലേ? ഞാൻ ലീവ് ചെയ്യാൻ, എനിക്കൊരു മീറ്റിംഗ് ഇടാതാ. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഷൈനി മാം. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, sir. Thank you. Okay. Happy New Year. Thank you all. Thank you, sir. Happy New Year. Thank you.